Welcome back to Sanvis Taste World. നമ്മൾ ഇന്ന് മത്തി ഫ്രൈ. നമുക്ക് മത്തി മുള്ളു മാറ്റിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു മുമ്പ് ഒരുപാട് പേര് പറയാറുണ്ട് മത്തി കട്ട് ചെയ്യാൻ അറിയില്ല. നമുക്ക് ഈ രണ്ട് സംഭവങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട് മത്തി കട്ട് ചെയ്തെടുക്കാം. പിന്നെ മുള്ളു മാറ്റിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു അടിപൊളി ഫ്രൈ ഉണ്ടാക്കാം. പിന്നെ ഒരു പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ മത്തി മുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിച്ചാൽ പോലും കൈയുടെ സ്മെല്ല് മാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടിപ്പ് ഉണ്ട്. അത് വീഡിയോയുടെ അവസാനം കാണിക്കാം. ഏതായാലും വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഈ മത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ വെജിറ്റബിൾ പീലർ വെച്ചിട്ട് ഇതുപോലെ വാലിൽ പിടിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് ജസ്റ്റ് വലിച്ചാൽ മതിയാവും. ഒരുപാട് ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പോയി കിട്ടും. തിരിച്ചിട്ട് ഇപ്പുറത്തെ സൈഡ് കൂടെ അതേപോലെ ചെയ്യാം. നമ്മൾ കത്തി കൊണ്ട് ഈ ചെതുമ്പൽ കളയുന്ന സമയത്ത് ഒരുപാട് ദേഹത്തൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് കളഞ്ഞെടുക്കാൻ പറ്റും. ഇനി കത്രിക വെച്ച് ഈ സൈഡൊക്കെ കട്ട് ചെയ്ത് കളയാം. തല ഞാൻ എടുക്കാറില്ല, അതുകൊണ്ട് കളയാണ്. മുട്ടയുള്ള മത്തിയാണിത്. കുറച്ച് കെയർഫുള്ളായിട്ട് അതെടുത്ത് മാറ്റി വെക്കാം. വാലുകൂടെ കട്ട് ചെയ്താൽ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, ഒരു മത്തി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ ബാക്കിയുള്ള മത്തിയോടെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള അത്രയും മത്തി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഈ മത്തിയുടെ അകത്തുള്ള ആ ഒരു ബ്ലാക്ക് കളറൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കണം. വേണമെങ്കിൽ ഇത്തിരി ഉപ്പിട്ടിട്ട് കൂടെ കഴുകിയെടുക്കാം. ഇത് നല്ല ഫ്രഷ് മത്തിയാണ്, അതുകൊണ്ട് ഞാൻ ഉപ്പൊന്നും ചേർത്ത് കഴുകുന്നില്ല. നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുള്ളൊന്ന് മാറ്റിയെടുക്കാം. മത്തി ഇതുപോലെ പിടിക്കാം, അത് ചെറുതായി ഒന്ന് വലിക്കാം. കത്തി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് വരഞ്ഞു കൊടുക്കുക. താഴെ വരെ മുറിക്കേണ്ട ആവശ്യമില്ല. കൈ വെച്ച് ഇങ്ങനെ അകത്തിയെടുത്താൽ മതി. ഇനി ഈ സൈഡിൽ നിന്ന് പതുക്കെ ഒന്ന് വിരൽ വെച്ചൊന്ന് പ്രസ് ചെയ്തെടുക്കണം, എങ്കിൽ മാത്രമേ കിട്ടൂ. ഇതൊരുപാട് മുള്ളുള്ള മത്തിയാണ്. സ്ലോലി ചെയ്യണം, അല്ലെങ്കിൽ ആ ഫ്ലഷ് കൂടി ഇങ്ങോട്ട് വരും. ഇപ്പോൾ കൃത്യമായിട്ട് ഫുൾ വലിച്ചെടുത്തിട്ടുണ്ട്. മുള്ളു മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം സക്സസ്ഫുള്ളി എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതിൻ്റെ മുള്ളുകൂടെ മാറ്റിയെടുക്കാം. ഇപ്പം എല്ലാ മുള്ളും മാറ്റിയെടുത്തിട്ടുണ്ട്. കൈ ഞാൻ ഒരു പ്രാവശ്യം സോപ്പിട്ട് കഴുകിയതാണ്. മത്തിയുടെ സ്മെല്ല് അതുപോലെയുണ്ട്. കുറച്ച് നാരങ്ങാനീര് പുരട്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകാം. അതിനുശേഷം കുറച്ച് കാപ്പിപ്പൊടി കയ്യിലെടുക്കുക. ഇത്രയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് കൂടിപ്പോയി. ഇതിൻ്റെ പകുതി എടുത്താൽ മതി. ഇതൊന്ന് നന്നായി കയ്യിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകുക. ഇത്രയേ ഉള്ളൂ. മത്തിയുടെ സ്മെല്ല് കയ്യിലുണ്ടാവുകയില്ല. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനുള്ളൊരു മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചതച്ചെടുക്കുക. ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി, കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പും ചേർക്കുക. ഇതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളം കൂടെ ഒഴിക്കുകയാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. അതുകൂടെ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർക്കുക. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില മിക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ മസാലയിലേക്കാണ് നമ്മൾ മത്തി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്യുന്നത്. മത്തിയുടെ കഷ്ണങ്ങളിലേക്ക് ഈ മസാല നന്നായി പിടിക്കുന്ന വിധത്തിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ മത്തിയും മസാല പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ നേരം നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഇതിപ്പോൾ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചെടുത്തതാണ്. ഇനി ഫ്രൈ ചെയ്യാനുള്ളൊരു പാത്രം അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒഴിക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ മതിയാവും. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഓരോ മീനായി പതുക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ അരമണിക്കൂർ ഫ്രീസറിൽ വെക്കുന്നത് പെട്ടെന്ന് മസാല പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല നമ്മുടെ ഫ്രൈ നല്ല ക്രിസ്പി ആയിരിക്കുകയും ചെയ്യും. ഇത് മുള്ളു മാറ്റിയത് കാരണം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒരു 6-7 മിനിറ്റ് മതിയാവും. ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടും. തിരിച്ചിടുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പതുക്കെ തിരിച്ചിടാം. 2 സ്പൂൺ വെച്ചിട്ട് 2 സൈഡിലും പിടിച്ചിട്ട് തിരിച്ചിട്ടാൽ മതി. കുറച്ച് ശ്രദ്ധിച്ച് തിരിച്ചിടണം, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഇതുപോലെ തിരിച്ചിട്ടാൽ മതി. ഇനി ഒരു 3 മിനിറ്റ് കൂടി കുക്കായാൽ മതി. നമ്മുടെ മത്തി ഫ്രൈ റെഡിയാവും. നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തത് കാരണം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈ ആണ്. ഇതിപ്പോൾ ഇങ്ങനത്തെ ഷേപ്പിലായതുകൊണ്ട് എല്ലാ മത്തിയും കൂടെ ഒന്നിച്ചിട്ട് വറുത്തെടുക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ഇതിപ്പോൾ പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. കോരി മാറ്റാം. ബാക്കിയുള്ള മത്തി കൂടി ഇതേ എണ്ണയിൽ തന്നെ ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. മുള്ളൊക്കെ മാറ്റിയതുകൊണ്ട് ധൈര്യമായിട്ട് കുട്ടികൾക്കും കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണിത്. എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇതെന്ത് ചിരിയാ? അമ്മേ, നീ എങ്ങനെ സാധാരണ ചിരിക്കല്? അങ്ങനെ ചിരിച്ചാൽ മതി. സ്മൈൽ.